അതിരിനപ്പുറത്തു പെട്ടുപോയ മലയാണ്മയുടെ മാറ്റു പരിശോധിക്കാനാണ് യാത്രയെങ്കിൽ ആദ്യം ചെന്ന് നോക്കേണ്ടത് ഇവിടേക്കാണ്. അതുകൊണ്ട് അതിനുള്ള ഇട കൊടുത്തില്ല. പെട്ടെന്ന് വണ്ടി കയറി ഇവിടെ കൊണ്ട് പതിച്ചു കാണിച്ചതിന് ശേഷം പിന്നെ അയാൾ ഒരു വരണ്ട് വരും റോഡിൽ ഇറങ്ങി വന്നു. അയാൾ റോഡിൽ ഇറങ്ങി വന്നു മന്നിച്ചു മലയാളം തിരികെ ക്ലാർക്കിടയായിരുന്നു. ഞാൻ നിങ്ങളെ മന്നിക്കാൻ ഞാനായിരുന്നു. നിങ്ങൾ ഇവിടെ ക്ലാർക്ക് മലയാളം അറിയുന്ന ക്ലാർക്ക് വേണമെന്ന് നിങ്ങളുണ്ടേ പറയാം. ഞാനാണോ പബ്ലിക്കാണോ പറയാനുള്ളത്? അവിടെ മലയാളം അറിയുന്ന ഈ തിരുവനന്തപുരം മലയാളികളുടെ ഏരിയക്ക് അത് മലയാളം അറിയുന്ന ഉദ്യോഗസ്ഥയില്ലാന്ന് വെച്ചാൽ അത് നിങ്ങളുടെ മിസ്റ്റേക്ക് അല്ലേ, ഞാൻ എന്റെ മിസ്റ്റേക്ക് അല്ലേ. ഈ ഒരു ഇങ്ങനെയുള്ള ഒന്ന് രണ്ട് ഇഷ്യൂസ് ആണ് ഇവിടെ ഉള്ളത്. യഥാർത്ഥത്തിൽ ഓഫീസുകളില് മലയാളം അറിയുന്ന ഓഫീസർ മലയാളത്തിന്റെ ഭാഗമെന്ന ഒരു കാലത്ത് അറിയപ്പെട്ടിരുന്ന പ്രദേശം തമിഴിന്റെ വേലിക്കകത്താകുമ്പോഴുണ്ടാകുന്ന സ്വത്വ പ്രതിസന്ധി ആശങ്കകൾ പങ്കുവെക്കുകയാണ് തുല്യ ദുഃഖിതർ. മലയാളത്തെ ആവോളം ശ്വസിക്കാൻ കിട്ടുന്ന കേരളത്തിന് ഇത് പറയുമ്പോൾ മനസ്സിലാകണമെന്നില്ല. കവി പാകോട് നാരായണപിള്ളയെ കാരണവസ്ഥാനത്തിരുത്തി കുഴിത്തുറയുടെ കൽപ്പടവിൽ ചർച്ച തുടരുന്നു. വിദ്യാർത്ഥികൾക്ക് ശരിക്കുള്ളതായ ഭാഷാ പരിചയം ഇന്ന് ക്ലാസ്സുകളിൽ കിട്ടുന്നില്ല. അവർക്ക് അവരുടെ ചുറ്റുവട്ടത്തുള്ളതായ ഐതിഹ്യങ്ങളോ കടങ്കഥകളോ പഴഞ്ചൊല്ലുകളോ വേറെ നാട്ടുവർത്തമാനങ്ങളോ ഇതൊന്നും ഇന്നത്തെ വിദ്യാർത്ഥികൾക്ക് കിട്ടുന്നില്ല. കാരണം ഭാഷാപരമായിട്ടുള്ളതായ ഒരു അധപ്പതനം വന്നു കഴിഞ്ഞുപോയി. കേരളത്തിൽ നിന്ന് പുറപ്പെട്ടു തമിഴകത്തൊട്ട് എത്തിയതുമില്ല. രണ്ടുമല്ലാത്ത അവസ്ഥയിലൂടെ കടന്നുപോകുന്ന ദേശത്തിന്റെ ആത്മസംഘർഷങ്ങൾ. നമ്മൾ ഏത് ഭാഷ കൈകാര്യം ചെയ്യുന്നത് അതിൻ്റെ സാഹിത്യ സമ്പത്തിനെ കുറിച്ചുള്ളതായ ഒരു ബോധവും നമ്മളില്ലാതെ ആയിരിക്കുന്നു. ഇതിൽ നിന്നൊരു പരിഹാരം വേണമെങ്കിൽ വീട്ടുകളിൽ ഏതെങ്കിലും മലയാളം പഠിപ്പിക്കാനും മലയാള അക്ഷരങ്ങൾ പറഞ്ഞു കൊടുക്കാനും ഉള്ളതായ സൗകര്യങ്ങൾ നമ്മൾ കണ്ടെത്തണം. തമിഴിലേക്ക് മതപരിവർത്തനം ചെയ്യാനുള്ള സമ്മർദ്ദവുമായി കാലം. മണൽത്താലത്തിൽ മലയാളം എഴുതി പഠിച്ചവർക്ക് എങ്ങനെ അതിന് കഴിയും? 1956 ഭാഷാ സംസ്ഥാന രൂപീകരണം നടക്കുന്ന സമയത്ത് ഒരുപക്ഷെ പ്രകൃതിദത്തമായ ഒരു അതിര് സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഈ ഭാഗം വരെയും കേരളത്തോട് ചേർന്ന് നിൽക്കുമായിരുന്നു. അല്ലെങ്കിൽ നെയ്യാറ്റിൻകരയിലൂടെ ഒഴുകുന്ന നെയ്യാർ ഒരു അതിർത്തിയായി എടുത്തിരുന്നുവെങ്കിൽ അതുവരെയും തമിഴ്നാടിൻ്റെ ഭാഗം എത്തിച്ചേരുമായിരുന്നു. ഇതിലേതായിരുന്നാലും ഒരു പ്രകൃതിദത്തമായ അതിര് ലഭ്യമായിരുന്നുവെങ്കിലെന്ന് ഈ പ്രദേശത്തുള്ള ആളുകൾ കുറച്ചെങ്കിലും ചിന്തിക്കുന്നുണ്ട്. നാഞ്ചിനാടിനെ കേരളത്തിൽ നിന്ന് വേർപെടുത്താൻ അരുതായിരുന്നുവെന്ന് ചിന്തിക്കുന്നവർ എത്ര പേരുണ്ടെന്ന് അറിയില്ല. ഏതായാലും താമ്രവർണിയുടെ തീരങ്ങൾ അത് ശരിവെക്കുന്നു, ശരീരപ്രകൃതി കൊണ്ട്. അതെ, ഇത് കേരളമല്ലെന്ന് എങ്ങനെ പറയാൻ കഴിയുന്നു? ഹജൂരാപ്പീസിലെ തിരട്ടുകളിൽ വേണാടിനെ പകുത്തുകൊണ്ട് ഒരു അതിരുണ്ടായിരിക്കാം. പക്ഷേ വെയിലിനും മഴയ്ക്കും നിലാവിനും കാറ്റിനുമൊന്നും അതറിയില്ല. മണ്ണിലെ സംസ്കാരത്തിന്റെ അടിയൊഴുക്കുകൾക്കും അവിടെ കാത്തിരിക്കുന്നത് അനന്തശായിയായ മഹാസ്മാരകങ്ങൾ. ആദിയിലേക്കുള്ള വഴിയിൽ ആദിശേഷനുമേലിതാ ആദികേശവൻ. തിരുവട്ടാർ ആദികേശവ പെരുമാൾ ക്ഷേത്രം. 108 വൈഷ്ണവാലയങ്ങളിൽ മലയാള മണ്ണിന് അവകാശപ്പെട്ട 13 തിരുപ്പതികളിൽ ആദ്യത്തേത്. ആദി എന്ന പേര് സൂചിപ്പിക്കുന്നു സകലതിനും ആദി ഈ കേശവനിൽ നിന്നാണ്. ഈ ക്ഷേത്രത്തിനും പത്മനാഭസ്വാമി ക്ഷേത്രത്തിനും ഒരു പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് ഇവിടെ ശ്രീകോവിൽ വലുതാണ്. എന്നിട്ട് ഇവിടുത്തെ ശയനം 16,008 സാളിഗ്രാമത്താൽ കടുവശ്ശേർ പ്രയോഗത്തിൽ നിർമ്മിക്കപ്പെട്ടതാണ്. തിരുവനന്തപുരം 12,008 സാളിഗ്രാമത്താൽ പത്മനാഭൻ നിർമ്മിക്കപ്പെട്ടു. അവിടുത്തെ പത്മനാഭന് നാഭിയിൽ പത്മവും ബ്രഹ്മാവും ഉണ്ട്. ഇവിടെ നാഭിയിൽ പത്മമില്ല, പത്മനാഭനല്ല, ഇവിടെ കേശവനാണ്. വേണാട്ടരജന്മാരുടെ കണ്ണിൽ ശ്രീപത്മനാഭന്റെ ആദിരൂപമാണ് ആദികേശവൻ. ആദ്യം ആസ്ഥാന ദേവതയായി ആരാധിച്ചതും കേശവനെ. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ പൂർവ്വ മാതൃകയാണ് തിരുവട്ടാറിലെ ഈ മഹാക്ഷേത്രം. ഇവിടുത്തെ ഉത്സവവും അവിടുത്തെ ഉത്സവവും എല്ലാം ഒരേ മുഹൂർത്തത്തിലാണ് കൊടിയേറുന്നതും
ആറാട്ടും വേട്ടയും എല്ലാം അതിൽ യാതൊരു മാറ്റമില്ല. കളഭം എല്ലാ അടിയന്തരങ്ങളും അവിടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലുള്ളത് പോലെ തന്നെയാണ്. ഇവിടുത്തെ ചിട്ടവട്ടങ്ങൾ അവിടെ പുനഃസ്ഥാപിക്കപ്പെട്ടു എന്നല്ല, ഇപ്പോൾ അവിടുത്തെ ചിട്ടവട്ടങ്ങൾ ഇവിടെ സ്ഥാപിക്കപ്പെടുന്നു. മണ്ണിന്റെ അടരുകളായി വന്നു വീഴുന്ന കാലം. അടയാളശിലകളുടെ കഴുത്തോളം മണ്ണ് മൂടിക്കഴിഞ്ഞു. നൂറ്റാണ്ടുകളാണ് തിരുവട്ടാറിന്റെ മണ്ണിൽ അടിപെട്ട് കിടക്കുന്നത്. മേൽമണ്ണ് നീക്കുമ്പോൾ തെളിയുന്നത് ആദികേശവന്റെ ആദികാലം മാത്രമല്ല, ക്രൈസ്തവ ചരിത്രത്തിന്റെ ആദിയും നാഞ്ചിനാട്ടിൽ നിന്ന് തന്നെ. കാലത്തെ മാറ്റിമറിക്കുന്ന കാറ്റൊഴുക്കിന് നടുവിലും ഇളകാതെ ഒരു മഹാസ്മാരകം. വിശുദ്ധ മാർത്തോമാ ശ്ലീഹ ക്രിസ്തുദേവനെ തൊട്ട കൈകൊണ്ട് സ്ഥാപിച്ച തിരുവിതാംകോട് അരപ്പള്ളി. ഐതിഹ്യം സത്യമെങ്കിൽ അരപ്പള്ളിയുടെ പഴക്കം എത്രയാവും? AD 63 സ്ഥാപിക്കുന്നത്. AD 63 ചേരരാജാക്കന്മാരുടെ ഭരണകാലമായിരുന്നു. മാർത്തോമാ ശ്ലീഹ ഇവിടെ വരുമ്പോൾ 64 കുടുംബാംഗങ്ങളെ കൊണ്ടാണ് വരുന്നത്. അങ്ങനെ രാജാവിനെ മുഖം കാണിച്ച് 64 കുടുംബങ്ങൾക്ക് താമസിക്കുവാനും അവർക്കുള്ളായ ആരാധനാ സൗകര്യങ്ങൾക്ക് വേണ്ടി 2 ഏക്കർ ചില്ലുവാനും സ്ഥലം കരവഴിവായിട്ട് ഈ പള്ളി ഒരു പള്ളി വെക്കാനുമായിട്ട് കൊടുത്തു എന്നുള്ളതാണ്. സെൻറ് തോമസിൻ്റെ കയ്യ് കർത്താവിനെ തൊട്ട കൈയായതുകൊണ്ട് അതുകൊണ്ടുണ്ടാക്കിയ ഒരു ദേവാലയം ആണ് എന്നുള്ളതുകൊണ്ട് ഇതിന് വലിയൊരു പവറുണ്ടെന്നാണ് ജനം പറയുന്നത്. ക്രിസ്തുവിന്റെ വിശുദ്ധ ഭൂമിയിൽ പിറന്ന ആരാധനാലയങ്ങളെപ്പോലും കാലം മാറ്റിവരച്ചു. പക്ഷേ അരപ്പള്ളി ഇന്നും കാലാതീതനായി അതേ രൂപത്തിൽ. ലോകത്തെ ഏറ്റവും പഴയ ക്രിസ്ത്യൻ പള്ളി എന്ന മൂപ്പിൽ സ്ഥാനമാണ് അരപ്പള്ളിക്ക് കൈവന്നിരിക്കുന്നത്. ഈ പള്ളിയെ നേരത്തെ ഇത് കുറച്ചുകൂടെ ഒരു വിപുലമായി പോയാൽ ഇത് പൊളിച്ചു കളഞ്ഞായിരുന്നു. അപ്പം ഇതിനത് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായി. ഇതിപ്പം കുറച്ചുകൂടെ ഇപ്പം നമ്മൾ നേരത്തെ കുറച്ചുകൂടെ ഇത് കാര്യമായിട്ട് അതെങ്കിൽ ഡെവലപ്പ് ചെയ്തായിരുന്നു. ഇതിപ്പം ഇത് പോയി പുതിയ പള്ളി വന്നതിനായിരുന്നു. അപ്പം ഇതൊക്കെ ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയുണ്ട്. മേലാപ്പ് ക്രിസ്തീയമെങ്കിലും അരപ്പള്ളിയുടെ മുഖപ്പിൽ തനി മലയാളിത്തം. ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കിയാൽ കൃഷ്ണശിലയിൽ നിർമ്മിച്ച ക്ഷേത്രങ്ങളുടെ തൽസ്വരൂപം. മതങ്ങൾ പല തായ്വഴിയായി അകലുന്നതിനു മുമ്പുള്ള ആദികാലം. അങ്ങനെയൊരു കാലമുണ്ടെങ്കിൽ അത് ഘനീഭവിച്ചു നിൽക്കുന്നത് ഇവിടെ മാത്രം. ചിതറാൽമലയുടെ ശിലാമുഖത്ത് എന്നോ കഥാവശേഷമായ ജൈന സംസ്കാരത്തിന്റെ കാൽപ്പാടുകൾ. இவங்க தான் ஏக்கி, இந்த சிற்பம் ஏக்கி, இவர் மகாவீரர், எல்லாமே மகாவீரரோட சின்ன சின்ன சிற்பங்களாக இதில் செதுக்கி வச்சிருக்காங்க. நீங்கள் வந்து இந்த பாறை, அந்த பாறைக்கு இந்த பாறைக்கு ரொம்ப வித்தியாசம். ரொம்ப கடினமான பாறை இது. இந்த கடினமான பாறையில் மிக தத்ரூபமாக மிக அழகா இந்த மகாவீரரையும் இந்த ஏக்கியையும் கச்சிதமாக செதுக்கக்கூடிய அளவிற்கு அன்றைக்கு ஜைனருடைய மிக சிறப்பான ஒரு கலை ஆற்றல், கலை நுணுக்கம் இருந்ததை நாம் இன்றைக்கு பார்க்கிற போது മൺമറഞ്ഞ ഒരു മഹാസംസ്കാരത്തിന്റെ കയ്യെഴുത്തു പതിഞ്ഞ ചിതറാൽമലയുടെ ശിലാമുഖം. അല്പം നീങ്ങിയാൽ അത് ഹൈന്ദവ മൂർത്തികളുടെ മലൈക്കോവിലായി മാറുന്നു. குறிப்பா சேர மன்னனுடைய ஆட்சி காலங்களில் இப்படி கன்னியாகுமரி ஜில்லா முழுவதும் உள்ள சமண கோயில்களில் இப்படியான இந்து சிற்பங்கள் என்பது பிரதிஷ்டை செய்யப்படுகிறது. ஆனால் இது ஒரிஜினலி இந்த சிதறால் மலை கோவில் என்பது സമണനുடைய കുഹൈ കോയിൽ தான். ഒരേ സ്ഥലത്ത് പല സംസ്കൃതികളുടെ ഉളിയെഴുത്തുമായി ചിതറാൽമല. അതിന്റെ വിരാട് രൂപം തന്നെയാണ് നാഞ്ചിനാട്. 2 ഭാഷകളുടെ, 3 മതങ്ങളുടെ, 4 സംസ്കാരങ്ങളുടെ, 5 കാലങ്ങളുടെ കൂട്ടുസ്വത്ത്. ഇതിനെന്താണ് വ്യാഖ്യാനം നൽകേണ്ടതെന്ന് അറിയില്ല. എല്ലാ സംസ്കാരങ്ങളുടെയും സഹവർത്തിത്വമെന്നോ അതോ ഒന്നിനുമേൽ മറ്റൊന്നിന്റെ അധിനിവേശമെന്നോ? ചരിത്രം ഒരു സമസ്യയാണ്, പ്രത്യേകിച്ച് അതിരുകൾക്കിപ്പുറം നിന്ന് നോക്കുമ്പോൾ.